കേരളത്തിലെ മതേതര പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അപ്പസ്തോലനായിട്ട് അവർ സ്വയം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സമ്മേളനം തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുകയാണ്. പാർട്ടി നേതാക്കന്മാരൊക്കെ കഫിയ ധരിച്ച് മുസ്ലിം സമൂഹത്തിന്റെ മതചിഹ്നമായിട്ടുള്ള കഫിയ ധരിച്ച് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി. കേരളത്തിന്റെ മുഖ്യമന്ത്രി പാലസ്തീൻ സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം മതജന്യമായ കഫിയ ധരിച്ചുകൊണ്ട് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കന്മാരും അവരാരും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീരൊഴുക്കുന്നത് നമ്മൾ കണ്ടില്ല. ആയിരക്കണക്കിന് ബംഗ്ലാദേശി ഹിന്ദുക്കൾ വേട്ടയാടപ്പെട്ടപ്പോൾ, നൂറുകണക്കിന് ബംഗ്ലാദേശിലെ ക്ഷേത്രങ്ങൾ തച്ചു തകർക്കപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി, ആ ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി കണ്ണീരൊഴുക്കാത്ത, അവർക്ക് വേണ്ടി ശബ്ദിക്കാത്ത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസ് നേതാക്കന്മാർ അവരെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായിട്ട് കേരളത്തിലെ മുസ്ലിം പ്രീണനത്തിന് മത്സരിച്ച് മുന്നേറുകയാണ്. അവർ വഖഫ് നിയമത്തെ പിന്തുണയ്ക്കുന്നു. നമ്മൾ കണ്ടതല്ലേ, വഖഫ് നിയമത്തെ അവർ പിന്തുണയ്ക്കുകയാണ്. 1500 വർഷം പഴക്കമുള്ള തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ക്ഷേത്രം വരെ വഖഫ് ഭൂമിയാണ്, വഖഫിൻ്റെതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭീകരമായ കരിനിയമം നമ്മുടെ നാട്ടിൽ കാലങ്ങളായി ഹിന്ദു സമൂഹത്തിന്റെ, ക്രൈസ്തവ സമൂഹത്തിന്റെ ഒക്കെ ഭൂമി കൊള്ള ചെയ്ത് ജിഹാദിലൂടെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നിശബ്ദം പിന്തുണച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആ വഖഫ് കരിനിയമത്തിനോട് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് ഹിന്ദു സമൂഹത്തെ വഞ്ചിക്കുന്ന, ഹിന്ദു സമൂഹത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന ഈ ഇടത് വലത് മുന്നണികളെ ഹിന്ദു സമൂഹം തിരിച്ചറിയണ്ടേ?